സ്വഹീഹുൽ ബുഖാരി ദർസ് 88 കിതാബുൽ വുദു, വുദു സംബന്ധിച്ച കിതാബ്. അടുത്ത അധ്യായം ബാബു തസ്മിയത്തി അലാ കുല്ലി ഹാലിൻ വ ഇൻദൽ വിഖാഇ. ബാബു അധ്യായം തസ്മിയത്ത് ബിസ്മില്ലാഹ് ചൊല്ലൽ സംബന്ധിച്ച്. അലാ കുല്ലി ഹാലിൻ ഏത് അവസ്ഥയിലും ഏത് ഒരു സാഹചര്യത്തിലും ഒരു പ്രധാന കാര്യമൊക്കെ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹ് ചൊല്ലൽ സുന്നത്തുണ്ട്. വ ഇൻദൽ വിഖാഇ, വിഖാഇന്റെ സമയത്തും, വിഖാ എന്ന് പറഞ്ഞാൽ ജിമാ, സംഭോഗം ആണ്. സംഭോഗത്തിന്റെ സമയത്താണ് സംഭോഗം ഉദ്ദേശിക്കുന്ന, സംഭവത്തിലേക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഹദീസ് നമ്പർ 141. حدثنا علي بن عبد الله قال حدثنا جرير عن منصور عن سالم بن أبي الجعد عن كريب عن ابن عباس يبلغ النبي صلى الله عليه وسلم قال. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവர்கள் നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന അഹദകും ഇദാ അതാ അഹ്ലഹു ഖാല ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്ന അശ്ശൈത്വാന വജന്നിബിശ് ശൈത്വാന മാ റസഖ്തന ഫഖുദിയ ബൈനഹുമാ വലദുൻ ലം യദുർറഹു. ലൗ അന്ന അഹദകും, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ആയാൽ, ഇദാ അതാ അഹ്ലഹു, അവന്റെ ഇണയെ, ഭാര്യയെ സമീപിച്ചാൽ, ഖാല, എന്നിട്ട് ആ സമീപിക്കുന്ന സമയത്ത്, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് സംഭോഗത്തിനായി സമീപിച്ചാൽ, സംഭോഗത്തിനായി ഉദ്ദേശിച്ചുകൊണ്ട് ഒരുങ്ങിയാൽ, ഖാല, അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് സമീപിക്കുന്നതെങ്കിൽ, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്ന അശ്ശൈത്വാന വജന്നിബിശ് ശൈത്വാന മാ റസഖ്തന, ഈ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആണ് സമീപിച്ചതെങ്കിൽ, അതായത് സംഭവത്തിന് മുമ്പായി അവൻ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, ഫഖുദിയ ബൈനഹുമാ വലദ്, അവർക്ക് രണ്ടാൾക്കുമിടയിൽ ഒരു കുഞ്ഞിനെ, സന്തതിയെ വിധിക്കപ്പെടുകയും ചെയ്തു, അതായത് അതിലൊരു കുഞ്ഞു ജനിച്ചു എങ്കിൽ, ലം യദുർറഹു, ശൈത്താൻ അവനെ ഉപദ്രവിക്കുകയില്ല, ആ കുഞ്ഞിനെ ഉപദ്രവിക്കുകയില്ല എന്നതാണ് ഹദീസ്. എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം? ബിസ്മില്ലാഹി, അല്ലാഹുവിന്റെ നാമത്തിൽ, അള്ളാഹുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രവർത്തിക്ക് തുടങ്ങുന്നു എന്നതാണ്. അല്ലാഹുവെ ജന്നിബിന, ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കണേ, അശ്ശൈത്വാന, ശൈത്വാന, പിശാചിനെ, വജന്നിബിശ് ശൈത്വാന, നീ ശൈത്താനെ ഒഴിവാക്കുകയും ചെയ്യണമേ, മാ റസഖ്തന, ഞങ്ങൾക്ക് നൽകുന്നതിലും, അതായത് ഞങ്ങൾക്ക് നൽകിയതിലും എന്നൊക്കെ അർത്ഥം വരാം. അപ്പൊ ശൈത്താനിനെ ഞങ്ങളിൽ നിന്ന്, അതേപോലെ ഞങ്ങൾക്ക് നീ നൽകുന്ന സന്താനത്തിൽ നിന്നും അകറ്റി നിർത്തണേ എന്നതാണ് ഇതിന്റെ ആശയം. അധ്യായത്തിന്റെ ടൈറ്റിൽ അതിൽ വുദൂഇന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹ് ചൊല്ലുന്ന കാര്യമാണ് പരാമർശിച്ചിട്ടുള്ളത്, അതോടൊപ്പം ജിമാഇന്റെ തുടക്കത്തിൽ. പക്ഷേ വുദൂഇന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹ് ചൊല്ലുന്നത് സംബന്ധിച്ച ഒരൊറ്റ ഹദീസും ഇമാം ബുഖാരി റഹിമഹുല്ലാ ഈ അധ്യായത്തിൽ നൽകിയിട്ടില്ല. ഒരു പക്ഷേ ഈ വിഷയത്തിൽ വന്ന ഹദീസുകൾ അദ്ദേഹത്തിന്റെ ഷർത്ത് പ്രകാരമുള്ളത് അല്ലാത്തത് കൊണ്ടായിരിക്കാം. എന്നാൽ വുദൂഇന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹ് ചൊല്ലുന്നത് സംബന്ധിച്ച് സ്വീകാര്യമായ ഹദീസുകൾ വന്നിട്ടുണ്ട്. ചില ഹദീസുകളിലൊക്കെ ചെറിയ ദുർബലതകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും മൊത്തത്തിൽ ധാരാളം വഴികളിലൂടെ ഈ ഹദീസുകൾ വന്നിട്ടുള്ളത് കൊണ്ട് ഈ ആശയം സ്വീകാര്യമാണ് എന്ന കാര്യം വ്യക്തമാണ്. മാത്രമല്ല മറ്റ് അധ്യാപനങ്ങളിൽ നിന്നും ഈ ആശയം വ്യക്തമാകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ, തവദ്ദഉ ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ വുദൂ ചെയ്യണേ എന്ന്. ഇമാം ബൈഹഖി റഹിമഹുല്ലാ അവരുടെ അൽ മഅരിഫത്തു ബിസ്സുനനി വൽ ആസാർ എന്ന കിതാബിൽ നിന്നുള്ള ഹദീസാണ്. മറ്റൊരു ഹദീസ്, ലാ വുദൂഅ ലിമൻ ലം യദ്കുരി ഇസ്മല്ലാഹി അലൈഹി, അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കാത്ത, അതായത് ബിസ്മില്ലാഹ് ചൊല്ലാത്തവന്, അല്ലെങ്കിൽ ബിസ്മില്ലാഹ് ചൊല്ലാതെ വുദൂ എടുത്തവന് വുദൂ ഇല്ല എന്ന് പറഞ്ഞാൽ അവന്റെ വുദൂവിന് പൂർണ്ണതയില്ല എന്നാണ് അധിക പണ്ഡിതന്മാരും അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ചിലർ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വുദൂഇന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹ് ചൊല്ലൽ നിർബന്ധമാണ്, വാജിബാണ് എന്ന് പോലും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും സുന്നത്താണ് എന്ന വീക്ഷണക്കാരാണ്. ഏതായാലും അത് ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. മറ്റൊരു ഹദീസ് പൊതുവായിട്ടുള്ളത്, കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹി ഫഹുവ അജ്ദം. കുല്ലു അംരിൻ, എല്ലാ കാര്യവും, ദീ ബാലിൻ, പ്രധാനപ്പെട്ട, എല്ലാ മുഹിമ്മായിട്ടുള്ള
അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യവും ലാ യുബ്ദഉ ഫീഹി ബി ബിസ്മില്ല കൊണ്ട് തുടങ്ങപ്പെടാത്ത ഫഹു അജ്ദമു, അത് അജ്ദമാണ്, അപൂർണമാണ്, അത് ന്യൂനതയുള്ളതാണ് എന്നർത്ഥം. ഇനി മറ്റൊരു വിഷയം, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബന ശൈത്വാന വജന്നിബി ശൈത്വാന മാ റസഖതന എന്ന പ്രാർത്ഥന, അത് സംഭോഗത്തിന് ഒരുങ്ങുമ്പോൾ പുരുഷൻ മാത്രമല്ല സ്ത്രീയും ചൊല്ലൽ സുന്നത്തുണ്ട് എന്നത്. ഇനി പിന്നെ ഗർഭസാധ്യത ഒന്നും ഉദ്ദേശിക്കുന്നില്ല എങ്കിലും, സാധ്യത ഒന്നും ആർക്കും പറയാൻ പറ്റില്ല, അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. ഇപ്പൊ എത്ര പ്രായമായാലും പിന്നെ ഒരു കുട്ടി ഉണ്ടാകാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ട് കുട്ടി ഉണ്ടാവും. അപ്പോ ഗർഭസാധ്യത ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ ഗർഭം നിർത്തിയിട്ട് നിൽക്കുക, സർജറി, ഗർഭം ന്യായമായ കാരണമില്ലാതെ ഗർഭം നിർത്താൻ പാടില്ല, അത് മറ്റൊരു വിഷയം. അത് നിർത്തിയിട്ട് നിൽക്കുക, അതിനുശേഷമാണ് സംഭോഗം നടക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഏതായാലും കുട്ടി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ പ്രാർത്ഥന ചൊല്ലാതിരിക്കണ്ട. അപ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലുക എന്നുള്ളത് ഗർഭധാരണം സാധ്യത നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും സുന്നത്തുണ്ട്. എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ മാത്രമാണ്. ഗർഭം നിർത്തിയ ആൾക്കാരിന് എത്രയോ ആൾക്കാർക്ക് പല കാരണങ്ങൾ കൊണ്ട് ഗർഭധാരണം നടക്കുന്നതായിട്ട് നമുക്കറിയാവുന്ന കേസാണ്, പല കേസുകളും ഉണ്ട്. ഇനി ഈ പ്രാർത്ഥന ചൊല്ലിയാൽ അതിലുണ്ടാകുന്ന സന്തതിക്ക് ശൈത്താന്റെ ഉപദ്രവം ഉണ്ടാകില്ല എന്ന് പറഞ്ഞത്, അതിന് ഉദ്ദേശം എന്താണെന്ന് പല വിശദീകരണങ്ങളും കാണാം. ഇത് ശാരീരികമായിട്ടുള്ള ഉപദ്രവം ഉണ്ടാവില്ല എന്നാണ്, അങ്ങനെ പലതും കാണാം. യഥാർത്ഥത്തിൽ സൂറത്തുൽ ഹിജ്റിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശൈത്താന്റെ അധികാര പരിധിയിൽ നിന്ന് സുരക്ഷിതരായ അള്ളാഹുവിന്റെ അടിമകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഈ സന്തതി ഉൾപ്പെടും എന്നതാണ് അതിന്റെ ആശയം എന്നാണ് മനസ്സിലാവുന്നത്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനുൻ ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ. ഇന്ന ഇബാദി, നിശ്ചയം എൻ്റെ അടിമകൾ, ലൈസ ലക, നിനക്ക് ഇല്ല, അതായത് ശൈത്താനെ ഇല്ല, അലൈഹിം അവർക്കുമേൽ, സുൽത്താൻ ഒരു അധികാരം, സുൽത്താനുൻ ഒരു അധികാരം, ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ, വഴി പിഴച്ചവരിൽ, വഴികെട്ടവരിൽ, നിന്നെ പിമ്പറ്റിയവർ ഒഴികെ. അപ്പോൾ എൻ്റെ അടിമകളിൽ വഴി പിഴച്ച് നിന്നെ പിമ്പറ്റിയ, ശൈത്താനെ പിമ്പറ്റിയ ആളുകൾക്ക് അവരുടെ മേലല്ലാതെ നിനക്ക് ഒരു നിയന്ത്രണാധികാരം അല്ലെങ്കിൽ ഒരു സുൽത്താനിയത്തും എൻ്റെ അടിമകളുടെ മേൽ ഇല്ല എന്ന്. അപ്പൊ അത്തരക്കാരിൽ പെടും ഈ കുട്ടി എന്നതാണ് അതിന്റെ ആശയം. ആ ദുആ ബറക്കത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്നത് കൊണ്ട്. എന്നാൽ സമ്പൂർണമായ പാപസുരക്ഷിതത്വം, ഇസ്മത്ത്, ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നില്ല. അപ്പോൾ നല്ല മനുഷ്യരിൽ നിന്നും ചിലപ്പോൾ ചില തെറ്റുകളൊക്കെ സംഭവിക്കാം. മാസൂമികളല്ല സാധാരണഗതിയിൽ സാധാരണ മനുഷ്യന്മാർ. നബിമാര് മാസൂമികളാണ്, അതുപോലെ അല്ലല്ലോ മറ്റുള്ളവരുടെ കാര്യം. അപ്പോൾ ഇരേ പാപം സംഭവിക്കൂല എന്ന് ഇതിനർത്ഥമല്ല. അതേപോലെ കുഫറിൽ നിന്ന് ആ കുട്ടി ഒഴിവാകുമെന്നും ഒക്കെ വ്യാഖ്യാനമുണ്ട്. അപ്പൊ ഏത് സമയത്തും അള്ളാഹുവിനെ സ്മരിക്കുക, അവനെ ദിക്ർ ചെയ്യുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം കാവൽ തേടുക. ജീവിതത്തിന്റെ ഏതേത് കാര്യങ്ങളാകട്ടെ അതിൽ ബറക്കത്തുണ്ടാക്കുന്നത് അത് അള്ളാഹു മാത്രമാണ് എന്ന് ബോധ്യം നമുക്കുണ്ടാകുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പല തരത്തിൽ ശൈത്വാൻ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നാം ഒരു നുതുഫ ഘട്ടം, പിതാവിന്റെ മുതുകിൽ നിന്ന് നിശ്ചിത മാർഗത്തിലൂടെ പുറപ്പെട്ട് മാതാവിന്റെ ഗർഭാശയത്തിൽ എത്തുന്നത് വരെ, അവിടെ മുതൽ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്ന് നമ്മൾ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന ആ സമയം വരെ നമ്മെ എങ്ങനെയെങ്കിലും വഴി പിഴപ്പിക്കാൻ ശൈത്താൻ പല മാർഗത്തിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുമെന്നതാണ്. നമ്മുടെ രക്തത്തിൽ ഒക്കെ ശൈത്താൻ സഞ്ചരിക്കുന്നതാണ് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. നാം ഉറങ്ങുമ്പോൾ നമ്മുടെ മൂക്കിൽ ശൈത്താൻ, ഉണർന്നാല് നമ്മുടെ കൽബില്. നാം ബിസ്മില്ലാ ചൊല്ലാതെ വീടിന്റെ വാതിൽ അടച്ചാൽ നമ്മുടെ കൂടെ ശൈത്താനും വീട്ടിൽ കയറി കൂടെ കിടക്കും. നാം ബിസ്മില്ലാ ചൊല്ലാതെ ഭക്ഷണം കഴിച്ചാലോ അവന് കടപ്പറ മാത്രമല്ല ഭക്ഷണം കൂടി നമ്മുടെ കൂടെ. നമ്മള് ഔഫലത്തിലായാൽ, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറി അശ്രദ്ധയിലായി കഴിഞ്ഞാൽ നമുക്ക് ശൈത്താൻ വസ്വാസ് ഉണ്ടാക്കും. അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ച് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മളെ പിന്നോട്ടടുപ്പിക്കാനും ശൈത്താൻ ശ്രമിക്കും. ഇനി നമ്മൾ ഉറങ്ങിയാൽ നമ്മുടെ മൂർധാവിൽ കയറിയിട്ട്, മൂർധാവിൽ 3 കെട്ടുകൾ ശൈത്താനിടും. എന്നിട്ട് ഇതാ നിനക്ക് ലൈലൻ തൊവീൽ, ദീർഘമായ രാത്രി ഉണ്ട് എന്ന് പറയുമെന്നാണ്. ഉണർന്ന്
നമ്മൾ ദിക്ർ ചൊല്ലി ഉദു എടുത്ത് നമസ്കരിക്കുമ്പോൾ മാത്രമാണ് ആ 3 കെട്ടുകൾ അഴിയുക. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല നിലക്ക് നമ്മളെ വഴികേടിലാക്കാൻ ശ്രമിക്കുന്ന ശൈത്വാൻ, ആ ശൈത്വാനിൽ നിന്ന് കാവൽ തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. അല്ലാതെ മരിച്ചുപോയ ഷെയ്ഖുമാരോടോ നബിമാരോടോ ഒന്നും നമ്മൾ കാവൽ തേടിയിട്ട് ഒരു കാര്യമില്ല. അവർക്കൊന്നും ഷെയ്ത്താന്റെ കളിയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയേ ഇല്ല.